നല്ലപോലെ ബ്രീത്ത് ചെയ്യും. നമ്മളെ കുഞ്ഞുമണീനെ കാണുന്നില്ലല്ലോ. ഓനാണല്ലോ നേരത്തെ വരലല്ലേ? ആ എന്താ ഓന് പറ്റിയേ? എന്തിനും തിരക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ ഈ കളിയുണ്ടോ? കളിയൊക്കെ കണ്ട് 3 ഗോളൊക്കെ ഇട്ടവര്. പക്ഷെ നമ്മളെ പഴയ ടീം ഉണ്ടല്ലോ ബ്രസീലിന്റെ, അത്ര പോരപ്പത്തെ കുട്ടികൾ. റൊണാൾഡോ നല്ല കളിക്കാരല്ലേ? കളിക്കാരുണ്ട്. നമ്മളെ പഴയ കാലല്ലേ നല്ല എന്ത് പിള്ളേര്. അതെ അതെ. പിന്നെ നീ പണ്ടേ റൊണാൾഡോന്റെ ആരാധകനല്ലേ? അന്ന് തുടങ്ങിയല്ലേ ഈ മൊട്ടടിക്കല്. അതെ അതെ. കുഞ്ഞുമണി എവിടെ പോയി കിടക്കാന്ന് ജി? എത്ര നേരം അതിന്റെ വർത്താനം പറയണ്ട. ആകെ കിട്ടുന്ന ഒരു ലീവ് ഞായറാഴ്ച. അന്ന് ഓളോട് മുണ്ടി സംസാരിക്കാനൊരു നേരാണ്. പിന്നെ നിങ്ങളെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എത്തായിട്ട് അയിലാരെ എടുക്കാറ്. പ്രായം എത്ര ആയില്ലേ? എന്നിട്ട് ഓളടുത്തുള്ള കൊഞ്ചിക്കോയിൽ എനിക്ക് നിർത്താനായിട്ടില്ലല്ലേ? പല്ലൊക്കെ ഫുള്ള് കൊയിഞ്ഞിക്കണ്. അതൊക്കെ അടക്കട്ടെ. എന്താ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ? എന്താ പറയാ എന്റെ കുഞ്ഞു, ഒരാഴ്ച ഇപ്പൊ നിങ്ങളെ കണ്ടിരുന്നു. അതൊരു ഇജ്ജ് പറയുന്നേട്ടപ്പോ അനക്ക് മാത്രമേ ഇടങ്ങാറുള്ളൂ. അത് ഞങ്ങൾക്കൊക്കെ ഉണ്ടേ ഇടങ്ങാറ്. എത്ര കൊല്ലായില്ലടാ ഞമ്മളോട് വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ദൈവം ഒരു 100 വർഷം നമ്മളിങ്ങനെ തന്നെ ഇരുത്തി തന്നാലും അല്ലേ? അതന്നെടാ. ഓ മൊത്തത്തിൽ നിരച്ചാലും ഓറ്റൊക്കെ ചുരുക്കണ്ടല്ലേ ജി? ആ കോളേജ് പെൺകുട്ടികൾ മൊത്തം അവന്റെ ബാക്കിലല്ലേ? പോടാ. ഓന്റെ ഒക്കെ ഒരു കാലം. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോ കറുത്ത് ഇതിനെക്കാട്ടി കഷ്ടമാണ്. ഇല്ല, ഇന്ന് കണ്ടില്ല. ആയിക്കോട്ടെ. നമ്മള് 3 നാൾ ഉണ്ടാവും എല്ലാവർക്കും അറിയാം. എങ്ങനെ കാണില്ലല്ലോടാ. അവിടെ പോയാവരെ ഇവിടെ നിക്ക. ആ താഴെക്കണ്ട് ഇറങ്ങി കഴിഞ്ഞാലേ അവിടുന്ന് പെരല് നടക്കൂല. ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ? എടാ ഞാൻ ആ കുഞ്ഞുമണിയാക്കാന്റെയും ടീമിന്റെയും കാര്യം ആലോചിക്കാം. എല്ലാ ഞായറാഴ്ചയിലും ആ വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉണ്ടാവൂലേ? ആടാ ശരിയാണ്. ഞാൻ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയാണ്. ഇങ്ങനത്തെ ഒരു സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടില്ല. ഞായറാഴ്ച ഉണ്ടോ ഒരു 3 നാളുണ്ടാവും അവിടെ. ഒരു സ്കൂൾ പഠിക്കുന്ന കാലത്ത് മുതലേ ഇങ്ങനെ സുഹൃത്ത് അത്രേ. ഇപ്പൊ വയസ്സായിട്ട് നോക്കിയ ബന്ധം. നാളെ ആ ചാനലിൽ വന്നിട്ടില്ലേ ജി? ഞാൻ കണ്ടിരുന്നു. അതെ, ഇവരെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. എങ്ങനെ വരാ, അതൊക്കെ അത്ര നല്ല സുഹൃത്തുക്കളല്ലേ? പിന്നെ ഈ കുഞ്ഞുമണിയൊക്കെ എന്റെ എന്താ കുടുംബക്കാരെന്തോ അല്ലേ? കുഞ്ഞുമണിയൊക്കെ ഇപ്പാന്റെ വകുപ്പില്. ഏതായാലും വരുന്നുണ്ട്. എന്താ കുഞ്ഞുമണീനെ കാണില്ലല്ലോ? സമയം ഒരുപാടായല്ലോ. വരേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്തോ പ്രശ്നം പറഞ്ഞിട്ട് വന്നില്ല. ഈ ആഴ്ചയും വന്നിട്ടില്ലല്ലോ. എന്തിപ്പോ വരാത്ത? വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലേ? 2-3 പ്രാവശ്യം വിളിച്ചോക്കിയാണ്, ഫോൺ എടുക്കില്ല. നമുക്കൊന്ന് പോയോക്കിയാലോ? നമ്മൾ പോവാ. ഞാന് കുറച്ച് പരിപാടി ഉണ്ട്. നാളെ മറ്റന്നാളേക്ക് പോവാം. മാനോ കേറിക്ക്. കേറണില്ല. എന്താ നമുക്ക് സുഖല്ല എന്നൊക്കെ പറഞ്ഞിട്ട്? എന്ത്? എനിക്കൊരു വലിയ സർജറി മാമാനോ. എന്നിട്ടിപ്പോ അതിനില്ലതൊക്കെ ആയോ? ഡേറ്റ് ഒക്കെ കിട്ടീന് മോനും. അതിന് ലക്ഷങ്ങൾ വേണം. എന്നോടിപ്പോ കൂട്ടിയാ കൂടൂല മോനും. ഇനിയിപ്പോ വേറെ എവിടുന്നേലും തിരുമറിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലേ? ഈ പെരന്റെ വാടക കൊടുത്തിട്ട് തന്നെ മാസങ്ങളായി. അതിനെന്നെ കഴിഞ്ഞില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? ആന്റിയൊക്കെ അല്ല നിങ്ങളെയൊക്കെ നിങ്ങളെ ചെങ്ങായിമാരോട് പറഞ്ഞോ? നിങ്ങള് ഓനോട് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ഓലും ഞാൻ അറിയിച്ചിട്ടില്ല മോനോ. ഓല അത്ര കപ്പാസിറ്റിയിലെ ആൾക്കാരൊന്നും അല്ല. ഏതായാലും ഞാൻ പോട്ടെന്നാല്. ഞാൻ ഏതായാലും ഓനെ കാണുകയാണെങ്കിലും ഓനോടൊന്ന് വിവരം പറയട്ടെ. എന്തായാലും ഇപ്പൊ നിങ്ങൾ അങ്ങനെ നടന്നീനി ആൾക്കാരല്ലേ കേട്ടോ. ഞാൻ വേറെ ഇൻഷാ അല്ലാ. നല്ലപോലെ ബ്രീത്ത് ചെയ്യും. വേദനയൊന്നുമില്ലല്ലോ? പേടിയുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഒരു കുഴപ്പമൊന്നും നിൽക്കില്ല. ഒന്നും പേടിക്കണം. ധൈര്യമായിട്ട് പോയി ചെയ്യും. ഓക്കെ, നമ്മളെ ഗ്യാരണ്ടി. എങ്ങനെയുണ്ട് ഇപ്പോ? കുഞ്ഞുമണിയെ, ഓപ്പറേഷന് വേണ്ട എല്ലാ പൈസയും ഞങ്ങൾ അടച്ചിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും വേദന വേണ്ട കേട്ടോ.
ഡോക്ടറോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളൊക്കെ ഇല്ലേ എന്ത് പേടിക്കണത്? നമ്മളില്ലടാ കുഞ്ഞുമണിയോ. ധൈര്യം ഇരിക്കും കേട്ടോ. കൊടുക്കുന്നടാ ഇല്ലാത്തോടത്ത് നിങ്ങൾ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി. ഞാൻ എന്റെ കട വിറ്റണം. ഞാൻ എന്റെ കാറും വിറ്റു. എന്റെ ജീവനല്ല ഞങ്ങൾക്ക് വലുത്. എന്റെ ജീവനെക്കാടിയും വലുതാണോടാ ഞങ്ങൾക്ക് ഈ കടയ്ക്ക്. എങ്ങനെയാടാ നിങ്ങൾക്ക് ഞാൻ ഈ പൈസ തിരിച്ചു തരാം? നീ ഞങ്ങൾക്ക് പൈസ അല്ലടാ തിരിച്ചു തരേണ്ടത്. 40 വർഷം മുന്നേ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളൊന്ന് വീഴുമ്പോ നീയല്ലടാ ഞങ്ങളെ കൈപ്പിടിച്ച് എണീപ്പിക്കാറ്. ഇന്ന് നീ ഒന്ന് വീണപ്പോ ഞങ്ങളൊന്ന് കൈപ്പിടിച്ചു, അത്രേ ഉള്ളൂ.